ഹലോ ഫ്രണ്ട്സ്, മഴതോരം മുംബൈയുടെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടെ വീട്ടിലെത്തുകയാണ്. ബാലചന്ദ്രന്റെ മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ വലിയൊരു രഹസ്യത്തെക്കുറിച്ച് ഓർത്ത് തനിക്ക് വലിയ ആശങ്കയുണ്ടെന്ന് ഗോവർദ്ധനൻ തുറന്നു പറഞ്ഞപ്പോൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടതില്ലെന്നാണ് ബാലചന്ദ്രന്റെ മറുപടി. അവരകത്തേക്ക് കയറുമ്പോൾ കൃഷ്ണമോളും പിന്നാലെ അലീനയും അങ്ങോട്ട് വരുന്നു. ഗോവർദ്ധനാണെങ്കിൽ അലീനയെ കണ്ട് കൗതുകത്തോടെ നോക്കുന്നുണ്ട്. തുടർന്ന് യാത്ര കഴിഞ്ഞു വന്ന അച്ഛൻ ഭയങ്കരമായി ക്ഷീണിച്ചല്ലോ എന്ന് അലീന പറയുമ്പോൾ കുളിച്ച് ഫ്രഷ് ആയാൽ മാറാവുന്ന ക്ഷീണമേ ഉള്ളൂ എന്ന് ബാലചന്ദ്രൻ പറയുന്നു. തുടർന്ന് ഗോവർദ്ധന് ചായ ഉണ്ടാക്കാൻ അലീന അടുക്കളയിലേക്ക് പോകുന്നു. ഈ സമയം ബബിതയും രോഹിത്തും അങ്ങോട്ട് വരുന്നുണ്ട്. എവിടെയാണ് പോയതെന്ന് ബബിത ചോദിച്ചെങ്കിലും ഗോവർദ്ധനൻ വ്യക്തമായി മറുപടി കൊടുക്കുന്നില്ല. അലീന ചായയുമായി വന്ന് നൽകിയപ്പോഴും യാത്രയുടെ വിവരങ്ങൾ അറിയാൻ കൃഷ്ണമോളും രോഹിത്തും ശ്രമിക്കുന്നുണ്ട്. അലീനയ്ക്ക് താമസിക്കാനുള്ള പുതിയ വീട് കണ്ടെത്തിയോ എന്ന ചോദ്യത്തിന് താൻ വെറും ഡ്രൈവറായി പോയതാണെന്നും ബാക്കി കാര്യങ്ങൾ ബാലേട്ടനോട് ചോദിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഗോവർദ്ധനൻ ആ ചോദ്യങ്ങളിൽ നിന്നെല്ലാം നൈസായിട്ട് രക്ഷപ്പെടുന്നു. എന്നാൽ ഇറങ്ങുന്നതിന് മുമ്പ് ഗോവർദ്ധനൻ അലീനയെ നോക്കുന്ന ആ നോട്ടത്തിൽ നിന്ന് തനിക്കായുള്ള സ്ഥലം കണ്ടെത്തിയെന്നും ഗോവർദ്ധനൻ സത്യങ്ങളെല്ലാം അറിഞ്ഞെന്നും അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഗോവർദ്ധനൻ പോയതിനു ശേഷം അവർ പുതിയ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞുവെന്ന് ബബിതയും കൃഷ്ണമോളും ഊഹിക്കുന്നു. തനിക്ക് ഒട്ടും ടെൻഷൻ ഇല്ലെന്ന് മറ്റുള്ളവർ കരുതുമ്പോഴും ഉള്ളിലൊതുക്കിയ വലിയ സങ്കടത്തിലാണ് താൻ കഴിയുന്നതെന്ന് അലീന അവരോട് പറയുന്നു. മറുപുറത്ത് ബാലേന്ദ്രൻ റൂമിലെത്തി ഫ്രഷ് ആകാൻ തുടങ്ങുമ്പോഴാണ് മനുവിന്റെ ഫോൺ കോൾ വരുന്നത്. താൻ വീട്ടിൽ തിരിച്ചെത്തിയ വിവരം ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ അങ്കിൾ എവിടെയൊക്കെയാണ് പോയതെന്ന് തനിക്ക് അറിയാമെന്ന് മനു ലേശം കൗശലത്തോടെ മറുപടി നൽകി. അങ്കിൾ ആദ്യം നീലഗിരിയിലേക്കും അവിടെ നിന്ന് അലീനയുടെ അച്ഛനെ കാണാനുമാണ് പോയത്. ശരിക്കും അങ്കിൾ അയാളെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ ആകെ ഞെട്ടിപ്പോവുകയാണ്. കാരണം താൻ രഹസ്യമായി സൂക്ഷിച്ച ഈ വിവരം മനു എങ്ങനെ അറിഞ്ഞുവെന്നായി അദ്ദേഹത്തിന്റെ ചിന്ത. അങ്ങനെ പിന്നെ വലിയച്ഛൻ വീട്ടിലെത്തിയ കാര്യവും സ്റ്റാൻലിയുടെ വിലാസം വലിയച്ഛനിൽ നിന്നാണ് അങ്കിൾ വാങ്ങിയതെന്നും മനു പറയുന്നു. തുടർന്ന് ബാലചന്ദ്രൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. താൻ സ്റ്റാൻലിയെ കണ്ട് സംസാരിച്ചെന്നും എന്നാൽ ഈ വിവരങ്ങളൊന്നും അലീന അറിയരുതെന്നും തന്നെ അദ്ദേഹം കർശനമായിട്ട് തന്നെ പറഞ്ഞു. അവൾക്ക് തന്റെ ജന്മദാതാവിനെ കാണണമെന്നുണ്ടെങ്കിൽ അയാൾ ഇവിടെ വരുമ്പോൾ മാത്രം കണ്ടാൽ മതി. അല്ലാത്ത പക്ഷം മറ്റൊരച്ഛനെ കുറിച്ച് അവൾ അറിയേണ്ടതില്ല. ഇനിയുള്ള കാലവും അവളുടെ അച്ഛൻ താൻ മാത്രമായിരിക്കുമെന്നും ഇതിനോടകം ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച ആ പാവത്തിന് മറ്റൊരു തിരസ്കരണത്തിന്റെ വേദന താങ്ങാൻ കഴിയില്ലെന്നും ബാലചന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഒരു സൂചന പോലും അലീനയ്ക്ക് നൽകില്ലെന്ന് മനുവും ഉറപ്പ് നൽകുന്നു. തുടർന്ന് വലിയച്ഛന്റെ വരവിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആന്റിയും അങ്കിളിനെയും കടപ്പാട്ടൂർ തറവാട്ടിലേക്ക് മടക്കിക്കൊണ്ടു പോവുകയാണ് ലക്ഷ്യമെന്ന് മനു പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ അത് നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞു ബാക്കി പിന്നീട് സംസാരിക്കാമെന്ന് വ്യക്തമാക്കി ബാലചന്ദ്രൻ ഫോൺ വെക്കുന്നു. മറുവശത്ത് ഗ്രേസമ്മയ്ക്ക് ചായ നൽകിക്കൊണ്ട് രേവതിക്കുട്ടി തന്റെ സങ്കടങ്ങൾ പങ്കുവെക്കുകയാണ്. എല്ലാവരും പോയതോടെ വീട് ശൂന്യമായതുപോലെ തോന്നുന്നെന്നും അവിടെ എത്തിയിട്ട് ആരും തന്നെ ഒന്ന് ഫോൺ ചെയ്യുക പോലും ചെയ്തില്ലെന്നും രേവതിക്കുട്ടി പരിഭവപ്പെടുകയാണ്. എങ്കിൽ പിന്നെ നിനക്ക് അങ്ങോട്ട് വിളിച്ചുകൂടെ എന്ന ഗ്രേസമ്മയുടെ ചോദ്യം കേട്ട ഉടനെ തന്നെ രേവതിക്കുട്ടി കൃഷ്ണമോളെ ഫോണിൽ വിളിക്കുന്നു. ഈ സമയം ബാലചന്ദ്രന് വേണ്ടി ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന അലീന ഫോണിങ്ങനെ ബെല്ലടിക്കുന്നത് കേട്ട് ആരാണ് വിളിക്കുന്നതെന്ന് നോക്കാൻ കൃഷ്ണമോളോട് ആവശ്യപ്പെടുന്നു. രേവതിക്കുട്ടിയുടെ കോളാണെന്ന് കണ്ട് കൃഷ്ണ ഫോൺ എടുക്കുന്നു. അവിടെ ചെന്നിട്ട് ഞങ്ങളെ ഒന്ന് വിളിക്കാൻ പോലും സമയം കിട്ടിയില്ലല്ലേ എന്ന് രേവതിക്കുട്ടി പിണക്കം ഭാവിക്കുമ്പോൾ കുറച്ചു നേരം സമാധാനമായിരിക്കാൻ വേണ്ടി വിളിക്കേണ്ടെന്ന് അലീന ചേച്ചിയാണ് പറഞ്ഞതെന്ന് കൃഷ്ണ തമാശയായി കള്ളം പറയുന്നു. ഇത് കേട്ട അലീന കൃഷ്ണമോളെ നുള്ളാൻ ഭാവിക്കുമ്പോൾ എന്റെ അനിയത്തെ തൊട്ടു പോകരുതെന്ന് രേവതിക്കുട്ടി ഫോണിലൂടെ വിളിച്ചു പറയുന്നുണ്ട്. തന്നെ വിളിക്കാത്തതിലുള്ള പരിഭവം രേവതിക്കുട്ടി കാട്ടുമ്പോൾ അലീന സ്നേഹത്തോടെ അവളെ കളിയാക്കുകയാണ്. തനിക്ക് ആകെയുള്ള ഒരേ ഒരു ചേച്ചി ആയതുകൊണ്ടാണ് ഈ അവകാശപ്പെടലെന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ തങ്ങള് പിന്നെ ആരാണെന്ന ഭാവത്തിൽ കൃഷ്ണമോൾ ഇടപെടുമെങ്കിലും കൃഷ്ണമോൾ എപ്പോഴും എന്റെ സ്വന്തം അനിയത്തി തന്നെയാണെന്ന് പറഞ്ഞ് രേവതിക്കുട്ടി ആ സ്നേഹം പുതുക്കുന്നു. കൃഷ്ണമോളും രേവതിക്കുട്ടിയും തമ്മിലുള്ള സ്നേഹ സംഭാഷണത്തിലേക്ക് ബബിതയും കടന്നു വരുന്നു. എന്താ മോളെ, ഞങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ബബിത ചോദിച്ചപ്പോൾ രേവതിക്കുട്ടി മനസ്സ് തുറന്നു പറഞ്ഞു, ശരിക്കും നിങ്ങൾ ഇവിടുന്ന് പോയതോടെ ഈ വീട് സർക്കസ് കഴിഞ്ഞ കൂടാരം പോലെയായി. ഭയങ്കര നിശബ്ദതയാണ് ഇവിടെ. എനിക്ക് ആകെ വിഷമമായി. ഇത് കേട്ട ബബിതയാകട്ടെ, എന്നാൽ പിന്നെ നീ ഇങ്ങോട്ട് പോരെ, നമുക്കിവിടെ അടിച്ചു പൊളിക്കാന്ന് അവളെ ക്ഷണിക്കുന്നു. കുറച്ചു നേരം അങ്ങനെ വിശേഷങ്ങൾ പങ്കുവച്ച ശേഷം ഫോൺ വെക്കാൻ നേരം രേവതിക്കുട്ടി അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാളെ കുറിച്ച് ചോദിക്കുന്നു, രോഹിത്തിനെ കുറിച്ച്. തന്റെ പ്രത്യേക അന്വേഷണം രോഹിത്തിനെ അറിയിക്കണമെന്ന് അവൾ ആവശ്യപ്പെട്ടപ്പോൾ കൃഷ്ണമോള് പറയുകയാണ്, ഇവിടെ അങ്ങനെയുള്ള മെസ്സേജ് പാസിംഗ് പരിപാടിയൊന്നുമില്ല. സംസാരിക്കണമെങ്കിൽ നേരിട്ട് സംസാരിക്കാം. ഞാൻ ഇപ്പൊ തന്നെ അവസരം ഉണ്ടാക്കാമെന്ന് കൃഷ്ണ പറഞ്ഞിട്ട് കൃഷ്ണമോള് നേരെ സ്റ്റെപ്പിനടുത്തേക്ക് ചെന്ന് ഉറക്കെ രോഹിത്തിനെ വിളിക്കാൻ തുടങ്ങി. ശബ്ദം കേട്ട് ചെവി അടഞ്ഞു പോകുന്നു എന്ന് രേവതിക്കുട്ടി ഫോണിലൂടെ പരാതിപ്പെടുമ്പോൾ ഇവിടെ ഇങ്ങനെ വിളിച്ചാലേ മുകളിൽ കേൾക്കുമെന്ന് കൃഷ്ണ മറുപടി നൽകുന്നു. ശബ്ദം കേട്ട് സ്റ്റെയറിന് മുകളിലേക്ക് വന്ന രോഹിത്ത് എന്തിനാടി ഇങ്ങനെ കിടന്ന് കാറുന്നതെന്ന് ചോദിക്കുകയാണ്. ദേ രോഹിത്തേട്ടന്റെ വലിയൊരു ഫാൻ വിളിച്ചിട്ടുണ്ട്, ഒന്ന് സംസാരിക്കണമെന്ന് കൃഷ്ണ പറഞ്ഞപ്പോൾ രോഹിത്ത് അത് തമാശയായി കണ്ട് തിരിച്ചു പോകാൻ തുനിഞ്ഞു. എന്നാൽ കോൾ വെയിറ്റിംഗ് കാണിച്ച് കൃഷ്ണ വിശ്വസിപ്പിച്ചതോടെ സംശയത്തോടെ അവൻ താഴേക്ക് ഇറങ്ങി വന്നു. ഫോൺ വാങ്ങിയിട്ട് ആരാടി എന്ന് രോഹിത് ചോദിക്കുന്ന ശബ്ദം കേട്ടതും രേവതിക്കുട്ടി ആവേശത്തോടെ മറുപടി നൽകി. ഓ, നിങ്ങളായിരുന്നു എന്ന രോഹിത്തിന്റെ ചോദ്യത്തിന് എല്ലാവരും പോയതിനു ശേഷം ആകെ സങ്കടമായെന്നും വിശേഷങ്ങൾ അറിയാൻ വിളിച്ചതാണെന്നും രേവതിക്കുട്ടി പറയുന്നു. യാത്രയൊക്കെ സുരക്ഷിതമായിരുന്നുവെന്നും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്നും പറഞ്ഞ രോഹിത്
താൻ ഇടയ്ക്കിടെ അങ്ങോട്ട് വിളിക്കാമെന്ന് ഉറപ്പ് നൽകി ഫോൺ വെക്കുന്നു. ഫോൺ വെച്ചതിന് ശേഷവും രോഹിത്തിനെ തന്നെ നോക്കി നിൽക്കുന്ന കൃഷ്ണമോളോട് എന്താടി അങ്ങനെ നോക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. ഏയ് ഒന്നുമില്ല, ആ ഫാനിന്റെ കാര്യം ആലോചിച്ചതാന്ന് പറഞ്ഞ് കൃഷ്ണ റൂമിലേക്ക് പോവുകയും രോഹിത് TV കാണാനായി അപ്പുറത്തേക്ക് മാറുകയും ചെയ്യുന്നു. ഈ സമയം ബാലചന്ദ്രനുള്ള ചായയുമായി അലീന അങ്ങോട്ടേക്ക് വരുന്നു. ചായ ആർക്കാണെന്ന് രോഹിത് ചോദിച്ചപ്പോൾ അച്ഛനാണെന്ന് പറഞ്ഞ് അലീന നേരെ ബാലചന്ദ്രന്റെ റൂമിലേക്ക് നടന്നു. കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണം അകന്ന് തികച്ചും പ്രസന്നനായി ഇരിക്കുകയായിരുന്നു ബാലചന്ദ്രൻ. അലീന ചായ നൽകിയ ശേഷം യാത്രയുടെ വിവരങ്ങളെക്കുറിച്ച് തിരക്കി. ചുറ്റും നോക്കിയ ശേഷം ബാലേന്ദ്രൻ പറഞ്ഞു, ഇത് അതീവ രഹസ്യമുള്ള കാര്യമാണ്, വേറെ ആരും അറിയരുത്, നീ മുറിക്കുള്ളിലേക്ക് കയറുക. അലീന അങ്ങനെ ആകാംക്ഷയോടെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം കുളത്തൂപ്പുഴയിൽ ആ വലിയ വീടിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അലീന, ഞാൻ കുളത്തൂപ്പുഴയിൽ ഒരു വലിയ വീട് കണ്ടെത്തിയിട്ടുണ്ട്. തോട്ടം മുതലാളിയും കുറച്ച് വേലക്കാരും മാത്രമുള്ള ഒരിടം. അവിടെ കുറെ വളർത്തു നായ്ക്കളും ഉണ്ട്. ഇത് കേൾക്കുന്ന അലീനയാകട്ടെ അവിടെ വേലക്കാരി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരാളുടെ ആവശ്യമുണ്ടെന്നും താൻ ആ വിവരം അയാളെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം മറുപടി നൽകി. എന്നാൽ ഒരു വേലക്കാരനെ ആവശ്യമുണ്ടായിട്ടും അവർക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അലീനയ്ക്ക് മനസ്സിലായില്ല. അവിടെ ശരിക്കും ആളെയൊന്നും ആവശ്യമില്ലേ എന്ന് അവൾ സംശയം പ്രകടിപ്പിച്ചു. അപ്പോഴാണ് ബാലചന്ദ്രൻ കാര്യങ്ങൾ വിശദീകരിച്ചത്. അവിടെ തോട്ടം നോക്കാനും നായ്ക്കളെ പരിപാലിക്കാനും വീട്ടുപണികൾക്കും ആവശ്യത്തിന് ആളുകളുണ്ടെന്നും എന്നാൽ അതൊരു വലിയ വീടായതുകൊണ്ട് ഇനിയും ആളുകളെ ആവശ്യമുണ്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കേട്ടതോടെ അലീനയുടെ മുഖം ആകെ മങ്ങിപ്പോയി. ഇത്രയും ആളുകളുള്ള ആ സ്ഥലത്തേക്ക് ഞാൻ പോയിട്ട് ഇനി എന്ത് ചെയ്യാനാണ്, അത് വേണ്ടായിരുന്നു വെച്ചതെന്ന് അലീന നിരാശയോട് പറയുന്നു. എന്നാൽ ബാലചന്ദ്രൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുക, നിനക്കിപ്പോൾ അങ്ങനെ തോന്നും, പക്ഷെ ഞാൻ കണ്ടെത്തിയ ആ വീട് അത്രയ്ക്കും സുരക്ഷിതമായ ഒരു അഭയകേന്ദ്രമാണ്. അവിടെ നിനക്ക് പോകാൻ സാധിച്ചാൽ ഈ ലോകത്ത് മറ്റെവിടെയും കിട്ടാത്ത അത്രയും വലിയ സുരക്ഷിതത്വം നിനക്ക് അവിടെ ലഭിക്കും. അദ്ദേഹം അത്രയും ഉറപ്പിച്ചു പറഞ്ഞിട്ടും അലീനയുടെ മനസ്സിലെ സങ്കടവും മുഖത്തെ പരിഭവവും മാറിയില്ല. അങ്ങനെ അതീവ ദുഃഖിതയായി നിൽക്കുന്ന അലീനയുടെ ആ മുഖം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡ് പ്രൊമോയിൽ കാണിക്കുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ സമയത്ത് അലീനയെ ഇവിടെ നിന്നും ദൂരേക്ക് അയക്കാൻ തനിക്ക് ഒട്ടും താല്പര്യമില്ലെന്നും തികച്ചും മനസ്സില്ലാ മനസ്സോടെയാണ് താൻ ഈ തീരുമാനമെടുക്കുന്നതെന്നും ബാലചന്ദ്രൻ സങ്കടത്തോടെ വ്യക്തമാക്കുന്നു. അങ്ങോട്ട് പോയാൽ അലീന ചേച്ചി അവിടെയുള്ളവരുമായി വേഗത്തിൽ അടുക്കുമെന്നും തങ്ങളെയെല്ലാം മറന്നു പോകുമെന്നും ബബിത പറയുമ്പോൾ രോഹിത്തിന്റെ മുഖത്തും ആ വിഷമം പ്രകടമാകുന്നുണ്ട്. എന്നാൽ അലീന ചേച്ചിക്ക് ഇവിടെ ഓർത്തു വെക്കാൻ മാത്രമുള്ള നല്ലൊരു ഓർമ്മ പോലും തങ്ങൾ സമ്മാനിച്ചിട്ടില്ലല്ലോ എന്നാണ് കൃഷ്ണമോൾ ഇതിന് മറുപടിയായി ചോദിക്കുന്നത്. മറുവശത്ത് അലീന തന്നിൽ നിന്നും അകന്നു പോവുകയാണോ എന്ന ഭയത്താൽ മനു കടുത്ത മാനസിക വിഷമത്തിലാണ്. നീ എന്നിൽ നിന്നും ഒരുപാട് ദൂരേക്ക് മാറുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് മനു പറഞ്ഞപ്പോൾ താൻ ഒരിക്കലും മനുവിനെ വിട്ട് അകന്നു പോകില്ലെന്നും എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകുമെന്നും അലീന മനുവിന് ഉറപ്പ് കൊടുക്കുകയാണ്. പ്രൊമോയുടെ അവസാന ഭാഗത്ത് കോളേജിലേക്ക് പോകാനായി ഇറങ്ങുന്ന ബബിത എല്ലാവർക്കും യാത്ര പറഞ്ഞിട്ട് പെട്ടെന്ന് തിരികെ വന്ന അലീനയെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ ഉമ്മ നൽകുന്നതാണ് കാണിക്കുന്നത്. ബബിതയുടെ ഈ അപ്രതീക്ഷിത സ്നേഹപ്രകടനത്തിൽ അലീന അത്ഭുതപ്പെട്ട് നിൽക്കുന്ന രംഗത്തോടെയാണ് പ്രൊമോ അവസാനിക്കുന്നത്.